എല്ലാ പ്രേക്ഷകർക്കും ഡബിൾ ഹോഴ്സ് ഈസി കുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈസി കുക്കിൽ ചെയ്യാൻ പോകുന്നത് ചില്ലി മിക്സ്ഡ് പൊറോട്ട കൊണ്ടുള്ള ഒരു ചൈനീസ് ഡിഷാണ്. എന്തൊക്കെയാണ് അതിൻ്റെ ചേരുവകൾ, എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പൊറോട്ട ചെറുതായിട്ട് അരിഞ്ഞത്, ചിക്കൻ ചെറിയ പീസാക്കിയത്, സവാള, മുട്ട, ഗ്രീൻ പീസ്, ബീൻസ്, ക്യാരറ്റ് അരിഞ്ഞത്, ഇഞ്ചി, ഉപ്പ്, സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, കുരുമുളക്, വെളുത്തുള്ളി, സോസ്, ടൊമാറ്റോ സോസും സോയാബീൻ സോസും, മല്ലിയില അരിഞ്ഞത്, റിഫൈൻഡ് ഓയിൽ. നമുക്ക് പൊറോട്ടയൊക്കെ വീട്ടിൽ വാങ്ങിക്കാറൊക്കെ ഉണ്ട്. അപ്പം പൊറോട്ട അധികമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അല്ലെങ്കിൽ പൊറോട്ടയ്ക്ക് പ്രത്യേകിച്ച് കറിയായിട്ടൊന്നും ഉണ്ടാക്കണ്ട, ഇതുപോലൊരു ഡിഫറെൻ്റായിട്ടൊരു ഡിഷ്, ഒരു ചൈനീസ് ഫ്ലേവറിലുള്ള ഡിഷ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഒരു മെയിൻ കോഴ്സായിട്ട് നമ്മൾ കറി സെപ്പറേറ്റും പൊറോട്ട സെപ്പറേറ്റ് അല്ലാതെ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് പൊറോട്ട ഒക്കെ വാങ്ങിച്ച് ചൂടോടെ അല്ലെങ്കിൽ കറിയുടെ കൂടെ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പൊറോട്ട ഇരുന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അരിഞ്ഞിട്ട് ഇതുപോലെ ചൂടായിട്ട് നമുക്ക് വീട്ടിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഗസ്റ്റുകൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും നമ്മുടെ ഈ മിക്സ്ഡ് ചില്ലി പൊറോട്ട. റിഫൈൻഡ് ഓയിൽ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതിലേക്ക് ചിക്കൻ അരിഞ്ഞത്, ചിക്കൻ എല്ലില്ലാതെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്, അതിലേക്ക് സവാള അരിഞ്ഞേക്കുന്നത്, വെജിറ്റബിൾസ് ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ്, ഇതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടിച്ചത്, ഇനി ചേർക്കേണ്ടത് സോയാബീൻ സോസ്, അടുത്ത ടൊമാറ്റോ സോസ്, ഇനി മുട്ടയാണ് ചേർക്കേണ്ടത്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പൊറോട്ട, കാണാൻ തന്നെ വളരെ ഭംഗിയാണ്, നല്ല രുചിയുള്ളൊരു ഡിഷാണ്. അപ്പോൾ പൊറോട്ടയ്ക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, ഇങ്ങനത്തെ ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇനി ചേർക്കേണ്ടത് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതാണ്, മല്ലിയില അരിഞ്ഞത്, ലാസ്റ്റ് അല്പം പെപ്പറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് റെഡിയായി കഴിഞ്ഞു. നമ്മൾ നേരത്തെ കുറച്ച് കുരുമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പം ലാസ്റ്റ് നമ്മൾ പെപ്പറും കൂടെ ആകുമ്പോൾ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അങ്ങനെ ഇന്നത്തെ ഡിഷ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിത് സെർവ് ചെയ്യാനായിട്ടൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. അങ്ങനെ ഇന്നത്തെ ഡിഷായ മിക്സഡ് ചില്ലി പൊറോട്ട റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം കണ്ടുവല്ലോ, വളരെ എളുപ്പം ചെയ്യാവുന്ന വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചുകൊണ്ട് മാത്രം ചെയ്യാവുന്ന ഡിഷാണ് ഇന്നത്തെ ഈ മിക്സ്ഡ് ചില്ലി പൊറോട്ട. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായ ഡിഷുകൾ, രുചികരമായ ഡിഷുകളുമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ ഗുഡ് നൈറ്റ്.